بسم الله الرحمن الرحيم نحمده ونصلي ونسلم على رسوله الكريم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധമായ ദീൻ ലോകാവസാനം വരെ നിലനിൽക്കേണ്ടതായതിനാൽ അതിനെ ലോക ജനതയ്ക്ക് മുഴുവനും തനതായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങളെല്ലാം അല്ലാഹു ഒരുക്കിയിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപറ്റം ആളുകളെ സമർത്ഥരായ യോഗ്യരായ ഒരുപറ്റം ആളുകളെ തങ്ങൾക്ക് അല്ലാഹു തആല തങ്ങളുടെ അനുചരന്മാരായി ചേർത്ത് കൊടുക്കുകയുണ്ടായി. ഇവർ അല്ലാഹുവിനാൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരും ആവശ്യമായ യോഗ്യതകൾ നിറഞ്ഞവരും മനുഷ്യസഹജമായ എല്ലാ ഗുണങ്ങളും നിറഞ്ഞവരും ആ ഗുണങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീനിനെ പൂർണ്ണമായ നിലയിൽ ജീവിതത്തിൽ പകർത്താനും നിലനിർത്താനും മറ്റുള്ളവരിലേക്കത് പകർന്നു കൊടുക്കാനും സാധിക്കുന്നവരായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയാക്കി. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികൾ എന്ന് പറയുന്നത്. സഹാബി എന്നാൽ സഹവസിക്കുന്നവർ, കൂട്ടത്തിൽ കൂടുന്നവർ എന്നൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം, അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബി എന്നാൽ മുസ്ലിമായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും അതേ നിലയിൽ മുസ്ലിമായി മരണപ്പെടുകയും ചെയ്ത, അഥവാ മരണം വരെ ഇസ്ലാമിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്ത ആളുകൾക്കാണ് സഹാബി എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്നു. ആരുമായെങ്കിലും ബന്ധപ്പെട്ട് അവരിൽ നിന്ന് ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുവാനോ തങ്ങളുമായി സഹവസിക്കുവാനോ സാധിച്ചില്ല എങ്കിൽ അവർ മുഅ്മിനായി തന്നെ മരണപ്പെട്ടാലും സഹാബികളുടെ ഗണത്തിൽ അവരെ പെടുത്തുകയില്ല. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും മുസ്ലിമായ നിലയിൽ തങ്ങളെ കാണുകയും ഇസ്ലാമിൽ ജീവിക്കുകയും ഈമാനോടുകൂടി മരണപ്പെടുകയും ചെയ്തവരാണ് സഹാബികൾ. ഇവർക്ക് അല്ലാഹു തആല വലിയ പദവിയും സ്ഥാനവും നൽകിയിട്ടുണ്ട്. അല്ലാഹു നൽകിയ പദവി അത് മാറ്റാൻ, അതിലെന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ ആർക്കും അധികാരമില്ല, അവകാശമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ സഹാബികളെ സംബന്ധിച്ച് പല ഭാഗങ്ങളിലും പ്രതിപാദിക്കുന്നുണ്ട്. അവരെല്ലാവരും സ്വർഗാവകാശികളാണെന്നും അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർന്ന പദവികൾ നൽകിയിട്ടുണ്ടെന്നും അല്ലാഹു അവരെക്കുറിച്ചെല്ലാം തൃപ്തരാണെന്നും അല്ലാഹു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സാക്ഷ്യപ്പെടുത്തിയ, അല്ലാഹു സ്വർഗം വാഗ്ദാനം ചെയ്യുകയും അല്ലാഹുവിൻ്റെ തൃപ്തി നൽകുകയും അല്ലാഹു സ്ഥാനമാനങ്ങൾ വിവരിക്കുകയും ചെയ്ത ആളുകളെ വിമർശിക്കുക, ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക എന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്നതാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വീക്ഷണത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികൾ മുഴുവൻ പേരും നീതിമാന്മാരാണ്, ആദിലീങ്ങളാണ്. അസ്സഹാബത്തു കുല്ലുഹും ഉദൂൽ.
അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വീക്ഷണം ഇതാണ്. അവരെ എല്ലാവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക, അവരോടുള്ള ബാധ്യതയും കടമയും പൂർത്തിയാക്കുക, അവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പദവികളിൽ ഏറ്റവ്യത്യാസം നൽകിയിരിക്കുന്നവരുണ്ട്, അവരുടെ ആ ഏറ്റവ്യത്യാസത്തെയും അല്ലാഹു തആല നൽകിയിരിക്കുന്ന മഹത്വത്തെയും അംഗീകരിക്കുക, അത് വകവെച്ച് കൊടുക്കുക. ഇതെല്ലാം ഈമാനിൻ്റെ ഭാഗമാണ്. സഹാബാക്കളിൽ ഏറ്റവും പ്രമുഖനായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. രണ്ടാമത്തെ സ്ഥാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ്. മൂന്നാമത്തെ സ്ഥാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനും നാലാമത്തെ സ്ഥാനം അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനുമാണ്. അതിനുശേഷം അശറത്തുൽ മുബശ്ശറ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ബാക്കി 4 പേരാണ്. ശേഷം ബദറിൽ പങ്കെടുത്ത സഹാബാക്കൾ, പിന്നെ ഉഹദിൽ പങ്കെടുത്ത സഹാബാക്കൾ, പിന്നെ ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത സഹാബാക്കൾ. ഇങ്ങനെ പദവികളിൽ ഏറ്റവ്യത്യാസമുണ്ട്. ഈ വ്യത്യാസത്തോടു കൂടി തന്നെ നമ്മൾ അവരെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതാണ്. അത് നമ്മളുടെ കടമയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വീക്ഷണവും ഇതുതന്നെയാണ്. അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ ഇവർക്കെല്ലാവരേക്കാളും മഹത്വമുണ്ട്. അതുപോലെ ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹുമ അവർ ഈ 2 പേരുടെ താഴെയാണുള്ളത്. ആ ക്രമമനുസരിച്ചാണ് അവർക്ക് മഹത്വവും നൽകപ്പെട്ടിരിക്കുന്നത്. ഈ ക്രമമനുസരിച്ചുള്ള മഹത്വം അംഗീകരിക്കുക എന്നുള്ളത് ഓരോ മുഅ്മിനിൻ്റെയും കടമയാണ്. അതോടൊപ്പം ഉലമാക്കളുടെ അഭിപ്രായം, സഹാബാക്കൾ തെറ്റുകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് അല്ലാഹുവിനാൽ സൂക്ഷിക്കപ്പെട്ടവരാണ്. അമ്പിയാക്കൾ എപ്രകാരം പാപങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരും കാക്കപ്പെട്ടവരുമാണോ, മാസൂമീങ്ങളാണോ, സഹാബാക്കൾ ആ സ്ഥാനത്തെത്തുകയില്ലെങ്കിലും അവർ മഹ്ഫൂദീങ്ങളാണ്. അവരിൽ നിന്നും ദീനിന് വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സാധ്യമല്ല. അഥവാ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളുണ്ടായാൽ അതിൻ്റെ പരിഹാരം എന്താണോ അതെത്രയും പെട്ടെന്ന് അവരിൽ നിന്ന് നടപ്പാവുകയും ചെയ്യും. അവർ അത് ഏറ്റെടുക്കുകയും അത് സമ്മതിക്കുകയും നടപ്പിലാക്കാൻ ഒരു തടസ്സവും നിൽക്കാതെ അവർ അംഗീകരിക്കുകയും അള്ളാഹുവിൻ്റെ വിധിയെ പൂർണ്ണമായ നിലയിൽ അവർ ഏറ്റെടുക്കുകയും ചെയ്യുന്നവരാണ്. ആ നിലയിൽ തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിൽ നിരന്തരമായി കഴിയുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് അതിൻ്റെ പരിഹാരം ചെയ്യാതെ കഴിഞ്ഞുകൂടുകയോ ചെയ്യുക എന്നുള്ളത് അവരിൽ നിന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ മഹ്ഫൂദീങ്ങളാണ്. അവരെ ആക്ഷേപിക്കലും ചീത്ത പറയലും, പൊതുവായ നിലയിൽ സഹാബികളെ ചീത്ത പറയുന്നവർ, സഹാബികളെ ആക്ഷേപിക്കുന്നവർ കുഫറിലേക്ക് ചെന്നെത്തും എന്നുള്ളതാണ് ഉലമാക്കളിൽ അധിക പേരുടെയും അഭിപ്രായം. ഇനി ഏതെങ്കിലും സഹാബിയെ ഒറ്റപ്പെട്ട നിലയിൽ ആരെങ്കിലും ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ അവർ മഹാപാപികളാണ്, വൻപാപം ചെയ്തവരാണ് എന്നതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഉലമാക്കളുടെ അഭിപ്രായം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ സഹാബികളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ നിലയിൽ തന്നെ അവർക്ക് അല്ലാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. മക്ക വിജയത്തിന് മുമ്പ് അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി അധ്വാനിക്കുകയും പണം ചെലവഴിക്കുകയും ചെയ്ത ആളുകളെ മക്ക വിജയത്തിന് ശേഷം പണം ചെലവഴിച്ച ആളുകളെക്കാൾ അല്ലാഹു തആല ഉയർന്ന നിലവാരത്തിലുള്ളവരായി പറഞ്ഞിട്ടുണ്ട്. ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ ഉലൈക അഅലമു ദറജതൻ മിനല്ലദീന അൻഫഖു മിൻ ബഅദു വഖാതലു എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ശേഷം അല്ലാഹു പറയുന്നു, ഇങ്ങനെ അവർക്ക് പദവിയിൽ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാവരും സ്വർഗാവാസികളാണ്. അല്ലാഹു അവർക്ക് വാദ ചെയ്യുന്നു. വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന. അതുപോലെ ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹുവിൻ്റെ റിള അവർക്കുണ്ട്. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്തശ് ശജറ മുതലായ ആയത്തുകളിൽ അല്ലാഹു തആല അവർക്ക് അല്ലാഹുവിൻ്റെ പൊരുത്തം നേടിയവരാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ സഹാബികളെ സംബന്ധിച്ച് അല്ലാഹു തആല ഖുർആനിൽ അവർ നേർവഴി പ്രാപിച്ചവരാണ്, സത്യസന്ധന്മാരാണ്, ഹിദായത്ത്
സിദ്ധിച്ചവരാണ് എന്നെല്ലാം അല്ലാഹു തആല പറയുന്നുണ്ട്. കൂടാതെ അല്ലാഹു പറയുന്നു, അവരുടെ ഹൃദയങ്ങളെ അല്ലാഹു തആല തഖ്വായ്ക്ക് വേണ്ടി പരിശോധിച്ച് ഉറപ്പിച്ചവരാണ്. ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. അവർക്ക് സ്ഥാനമാനങ്ങളെല്ലാം അല്ലാഹു തആല ഖുർആനിൽ കൂടി തന്നെ വിവരിക്കുന്നതാണ്. ഈ സഹാബാക്കളെ ആക്ഷേപിക്കുന്നവർ, കുറ്റപ്പെടുത്തുന്നവർ ഖുർആനിൻ്റെ ഈ വ്യക്തമായ ആയത്തുകളുടെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാതെ ആയത്തുകളുടെ അവകളെ നിഷേധിക്കുന്നവരായിത്തീരുന്നതാണ്. ആയത്തുകളെ നിഷേധിക്കുന്നവർ ഈമാനിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളെക്കുറിച്ച് പറയുന്നു, തങ്ങൾ ഉപമയിൽ കൂടി പറഞ്ഞു തരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആകാശത്തിന് നിർഭയതയാണ് നക്ഷത്രങ്ങൾ, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ ആകാശത്തിന് നിർഭയതയാണ്. അതുള്ള കാലത്തോളം ആകാശത്തിന് ഒരു ആപത്തുകളും വരികയില്ല. നക്ഷത്രങ്ങളില്ലാതെയായാൽ ആകാശം തകർന്നു പോകും. ഇതേപോലെ ഞാൻ എൻ്റെ സഹാബാക്കൾക്ക് അഭയമാണ്. ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ സഹാബാക്കൾക്ക് അവരോട് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുന്ന കാര്യം വന്നു ചേരുന്നതാണ്. അന്നുജൂമു അമനത്തുൽ ലിസ്സമാ ഫൈദാ ദഹബത്തിൻ നുജൂമു ജാഅത്തിസ്സമാ മാ തുഅദ് വാന അമനത്തുൽ ലി അസ്ഹാബി ഫൈദാ ദഹബ്തു അനാ ജാഅ അസ്ഹാബി മാ യുഅദൂൻ വ അസ്ഹാബി അമനത്തുൽ ലി ഉമ്മത്തി ഫൈദാ ദഹബ് അസ്ഹാബി ജാ ഉമ്മത്തി മാ യുഅദൂൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്നത് എൻ്റെ സഹാബാക്കൾക്ക് നിർഭേദയാണ്. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരിൽ ഉണ്ടാകുമെന്ന് അവരോട് അറിയിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ വന്നു ചേരും. അഥവാ അഭിപ്രായ ഭിന്നതകളും കുഴപ്പങ്ങളും പ്രശ്നങ്ങളുമെല്ലാം ഉടലെടുക്കാൻ തുടങ്ങുന്നു. എൻ്റെ സഹാബാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ ഉമ്മത്തിന് അഭയമാണ്, അവർ അതിന് പരിഹാരം കണ്ടെത്തും. എന്നാൽ എൻ്റെ സഹാബാക്കൾ മുഴുവനും തീർന്നുപോയാൽ പിന്നെ ഈ സമുദായത്തിന് അവർക്ക് അറിയിക്കപ്പെട്ടിരിക്കുന്ന, മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ വന്നു ചേരും. അഥവാ പരിശുദ്ധമായ ദീനിൽ പിന്നെ പ്രശ്നങ്ങളും അവർക്കിടയിൽ ഭിന്നിപ്പുകളും ഛിദ്രതയുമെല്ലാം ഉണ്ടാകും, ഉടലെടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുപോലെ തങ്ങൾ പറഞ്ഞു, എൻ്റെ സഹാബാക്കളെ നിങ്ങൾ ചീത്ത പറയരുത്, ആക്ഷേപിക്കരുത്. നിങ്ങൾ എത്രയധികം ചെലവഴിച്ചാലും അവർ ജീവിതത്തിൽ ചെലവഴിച്ച ഒരു ചെറിയ അളവിന് പോലും തുല്യമാവുകയില്ല നിങ്ങളുടെ ചെലവ്, എത്ര കൂടിയാലും. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഇതെല്ലാം സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. പൊതുവിൽ സഹാബാക്കളുടെ അവസ്ഥ ഇതാണ്. സഹാബാക്കളെ സംബന്ധിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വീക്ഷണവും ഇതുതന്നെയാണ്. പിന്നെ ഇക്കാലത്ത് സഹാബാക്കളിൽ ചില ഒറ്റപ്പെട്ട ഏതോ സംഭവങ്ങളെ പറഞ്ഞുകൊണ്ട് ചില സഹാബാക്കളെ വിമർശിക്കുന്ന പതിവ് ഇന്ന് വളരെ വ്യാപകമായ നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ സഹാബാക്കളെ വിമർശിക്കുക എന്നുള്ളത് അവരിൽ നിന്നുമുണ്ടായ എന്തെങ്കിലും സംഭവത്തിൻ്റെ പേരിൽ പാടില്ലാത്ത കാര്യമാണ്. കാരണം അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വീക്ഷണത്തിൽ, അവരുടെ ഇജ്തിഹാദ് അനുസരിച്ച് അവർക്ക് ബോധ്യപ്പെട്ട കാര്യത്തിൽ അവർ ദീനിനെ നിലനിർത്താൻ വേണ്ടി ഉറച്ചു നിന്നതാണ്. ഉദാഹരണത്തിന് അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങൾ അത് അവസാനം പരസ്പരം ഏറ്റുമുട്ടുന്നതിലേക്ക് തന്നെ ചെന്നെത്തുകയുണ്ടായി. ഇതിൻ്റെ പേരിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും സഹാബിയല്ല എന്നും ചില ആളുകൾ മുസ്ലിമല്ല എന്നുവരെ മഅദല്ലാഹ് പറഞ്ഞു വാദിക്കുന്നവരും ഇന്ന് വ്യാപകമായ നിലയിൽ അവരുടെ അഭിപ്രായങ്ങളെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സന്ദർഭത്തിലും പറഞ്ഞ കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വിശ്വസ്തനായി അദ്ദേഹത്തെ
വഹ്യിൻ്റെ കാത്തിബായി എഴുത്തുകാരനായി നിശ്ചയിക്കുകയും അദ്ദേഹത്തെ കൊണ്ട് വഹ്യെ എഴുതിപ്പിച്ച് സൂക്ഷിക്കുകയും ചെയ്ത കാര്യം, അദ്ദേഹത്തെ പല ഉത്തരവാദിത്വങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ യോഗ്യതയുടെ പേരിൽ ഏൽപ്പിച്ച സംഭവങ്ങൾ, അതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തുമെല്ലാം അദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹം യോഗ്യനാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പരസ്യമായ നിലയിൽ പറയുകയും പല ഉത്തരവാദിത്വങ്ങളും ഏൽപ്പിക്കുകയും പല സ്ഥലങ്ങളിലും ഗവർണറായി അദ്ദേഹത്തെ നിശ്ചയിക്കുകയും ചെയ്ത സംഭവം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തുമെല്ലാം ഇതുണ്ടായിരുന്നു. ഇതൊക്കെ വളരെ വ്യക്തമായ കാര്യമാണ്. സഹാബാക്കളിൽ നിന്നും വന്നിട്ടുള്ള കാര്യങ്ങളാണിതെല്ലാം. ഇതെല്ലാം സഹാബാക്കൾ പറഞ്ഞതായി സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളതാണ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു, അബൂ ഇദ്രീസുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പോലത്തെ വിവിധ സഹാബാക്കളിൽ നിന്ന്, അതുപോലെ താബിഈങ്ങളായ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പോലത്തെ വലിയ മുഹദ്ദിസീങ്ങളായ മഹാന്മാരിൽ നിന്നുമെല്ലാം ഈ കാര്യം വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വീക്ഷണം അത് അവരുടെ ഇജ്തിഹാദിൻ്റെ പേരിൽ വന്നതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നുള്ളതായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം. എന്നാൽ സാഹചര്യത്തിൻ്റെ പ്രയാസത്തിൻ്റെ പേരിൽ അലി റളിയല്ലാഹു അൻഹു സാഹചര്യം അനുകൂലമായി കിട്ടിയിട്ട് നടപടിയെടുക്കാമെന്നുള്ളതിൻ്റെ പേരിൽ കുറച്ച് പിന്തിച്ചു. ഈ താമസിപ്പിച്ചത് അവർക്ക് സഹിക്കാൻ സാധിച്ചില്ല. അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് സംശയിക്കാൻ ഇടവന്നു. ഇതിൻ്റെയൊക്കെ പേരിലാണ് പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും അവസാനം അത് യുദ്ധത്തിലേക്ക് എത്തുകയും ചെയ്തത്. വാഖിഅത്തു സിഫീനുമെല്ലാം ഉണ്ടായത്. ഇതിനെ സംബന്ധിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഭിപ്രായം അത് അവരുടെ ഇജ്തിഹാദിൽ വന്നതാണ്. ഇജ്തിഹാദ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിങ്കൽ നിന്നും പ്രതിഫലമാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഇജ്തിഹാദിൽ പിഴവ് സംഭവിച്ചാലും അവർക്ക് പ്രതിഫലമാണ്. കാരണം അവരുടെ ഇജ്തിഹാദിൻ്റെ പേരിൽ നേരായ മാർഗത്തിലേക്ക് ഇജ്തിഹാദിൽ എത്തിയാൽ അവർക്ക് ഇരട്ടി പ്രതിഫലവും. ഇതെല്ലാം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വീക്ഷണവും എല്ലാവർക്കും അറിയാവുന്ന വ്യക്തമായ കാര്യവുമാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ സഹീഹുൽ ബുഖാരി ഒന്ന് പരിശോധിച്ചാൽ മതി. സഹാബാക്കളുടെ മഹത്വങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ഇമാം ബുഖാരി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം പറയാൻ പ്രത്യേകം ഒരു അധ്യായം തന്നെ കൊടുത്തിട്ടുണ്ട്. ബാബു ദിക്രി മുആവിയ, ആർക്കും പരിശോധിക്കാവുന്നത്. സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ല കൊണ്ടുവന്നിരിക്കുന്ന ഹദീസുകളുടെ സ്ഥാനവും അതിൻ്റെ അംഗീകാരവും അതിൻ്റെ കൃത്യതയുമെല്ലാം ലോകം മുഴുവൻ അംഗീകരിച്ച കാര്യമാണ്. അങ്ങനെ ലോകം മുഴുവൻ അംഗീകരിച്ച കാര്യത്തെ പോലും വളരെ മോശമായ നിലയിൽ ചിത്രീകരിച്ച് അങ്ങനത്തെ ആളുകളെപ്പോലും അവഹേളിക്കാനും ആക്ഷേപിക്കാനുമെല്ലാം മുതിരുക എന്നത് ലോകം അംഗീകരിച്ച സത്യത്തെ തള്ളിക്കളയുകയും അതിന് പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്യലാണ്. പിന്നെ അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ സഹാബാക്കളെ സംബന്ധിച്ച് ആക്ഷേപവും കുറ്റവും ഉണ്ടാക്കി അവരെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ മോശമായ പ്രചരണം നടത്തി അവരുടെ മഹത്വത്തിന് കളങ്കം വരുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് വളരെ കടുത്ത മഹാപാപമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച് അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകുമെന്ന് തന്നെ വ്യക്തമായ നിലയിൽ ഹദീസിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ മുഅ്മിനീങ്ങളായ യഥാർത്ഥ മുഖ്ലിസീങ്ങളായ ആരും ഇടപെടാതെ ഇങ്ങനത്തെ ദുഷ്പ്രചരണങ്ങളും ഇങ്ങനത്തെ മോശക്കാരായ ആളുകളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനത്തിൽ വരുന്നു, ആരെങ്കിലും എൻ്റെ സഹാബാക്കളെ ആക്ഷേപിക്കുകയും ചീത്ത പറയുന്നതുമായിട്ട് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ അവരോട് പറയുക ലഅനത്തുല്ലാഹി അലാ ശർരിക്കും എന്ന് പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു. അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടെന്നും അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അവരോട് പറയണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയാണ്. ഇത്രയും കടുത്ത മഹാപാപത്തിൽ അകപ്പെട്ടിരിക്കുന്നവരുടെ വഞ്ചനാപരമായ പ്രചരണങ്ങൾ കേട്ട് മുഅ്മിനീങ്ങൾ അതിൽ വഞ്ചിതരായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, അല്ലാഹു തആല മഹത്വം നൽകിയ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖദീമായ കലാമിൽ അല്ലാഹു നൽകിയിരിക്കുന്ന മഹത്വം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഈ സംഭവങ്ങളെക്കുറിച്ച് മുഴുവനും അല്ലാഹു അറിയുന്നവനാണ്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.
അല്ലാതെ നേരത്തെ അവരെക്കുറിച്ച് പറയുകയും പിന്നീട് അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാവുകയും ചെയ്തതാണ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം അത് അള്ളാഹുവിനെയും വിമർശിക്കലാകും. അവസാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും അറിയുന്നവനായ അള്ളാഹു തആല അവരെ സംബന്ധിച്ച് ഇത്രയും പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അള്ളാഹുവിൻ്റെ ഈ വചനം നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുകയില്ല. അതിനെ നിഷേധിക്കാൻ ലോകത്താർക്കും സാധിക്കുകയില്ല. അതിനെ നിഷേധിക്കുന്ന ആളുകൾ അവർ തന്നെ സ്വയം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും കുഫറിലേക്ക് ചെന്നെത്തുകയും ചെയ്യും. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വീക്ഷണവും. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ഇതിൽ വഞ്ചിതരാകരുതെന്നും ഇങ്ങനെ കുഫറിലേക്ക് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ കൂടി നമ്മളും കാഫറായി ഈമാനിൽ നിന്ന് പുറത്തുപോയി ഈമാൻ നഷ്ടപ്പെടുന്നവരായി പോകുന്നതിൽ നിന്നും പ്രത്യേകം സൂക്ഷിക്കണമെന്നും വളരെ ഗൗരവത്തോടുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇത് കൈകാര്യം ചെയ്യണം. സഹാബാക്കളുമായിട്ടുള്ള വിഷയത്തിൽ വളരെ മയമായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലളിതമായ മാർഗങ്ങൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ അവരെക്കുറിച്ച് സംശയമോ ആക്ഷേപമോ ഉണ്ടാകുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് പ്രചരിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ ബന്ധപ്പെടുന്നത് വലിയ അപകടത്തിലേക്ക് മുഅ്മിനീങ്ങളെ കൊണ്ടുപോയി എത്തിക്കുകയും മുഅ്മിനീങ്ങൾക്കിടയിൽ ഈമാൻ ബലഹീനമാകാനും അതുവഴി നഷ്ടപ്പെട്ടു പോകാനും ഇടയാക്കുകയും ചെയ്യുമെന്ന് വളരെ ഗൗരവത്തോടുകൂടി നാം ഓർക്കുകയും അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് പരമാവധി നമ്മൾ ഒഴിഞ്ഞു നിൽക്കുകയും അവരുമായി ഒരു നിലയിലും സഹകരിക്കുകയോ അവരുടെ പ്രചരണങ്ങൾ അംഗീകരിക്കുകയോ അതിൽ വശംവദരായി നമ്മൾ വഞ്ചിതരാവുകയോ ചെയ്യരുതെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു മഹത്വം നൽകിയ ആളുകളുടെ മഹത്വത്തെ അംഗീകരിക്കാനും അങ്ങനത്തെ കാര്യങ്ങളെയെല്ലാം സ്വീകരിക്കാനും നാം എല്ലാവർക്കും മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദീനിനെ പൊളിച്ചു കളയാതെ ദീനിൽ ഉറച്ചു നിൽക്കാൻ, സഹാബാക്കളുടെ മഹത്വത്തെ അംഗീകരിച്ച് അവരിൽ നിന്നും വന്നിട്ടുള്ള ദീനിനെ നമ്മൾ നിലനിർത്തിയാൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ ദീൻ യഥാർത്ഥ ദീനായി നിലനിൽക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അതിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു തആല നാം എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.